ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വലിയ ടാസ്കുമായിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മളെ ക്രീം കേക്ക് ഒന്നുമല്ല, എന്താ പറയുക, സ്നാക്സ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ഉണ്ടല്ലോ, ആ ഒരു കേക്കിൻ്റെ ഒരു ബിഗ് ഓർഡർ ആയിരുന്നു. ഒരു 21 kg കിട്ടും. അവർക്ക് 200 പീസ് കേക്കാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് 21 kg ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ പറയാം. ഇതിലൂടെ ഞാൻ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1 kgയുടെ റെസിപ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 kgയുടെ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് അതെന്ന് വെച്ചാൽ താഴെ കിടക്കുന്നുണ്ടാവും. എൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് ടൈമിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ 3 kgയുടെ അളവ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2-3 ദിവസത്തെ, 3 എന്നൊന്നും പറയാൻ പറ്റില്ല, 4 ദിവസത്തെ മെനക്കെട്ട ജോലിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തു വെക്കുന്നത്, നമ്മൾക്ക് കേക്ക് റെഡിയാക്കേണ്ട ടിൻ ഉണ്ടല്ലോ, അതിലേക്കുള്ള പേപ്പർ കൃത്യമായിട്ട് 7 ടിന്നാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് പറയല്ലോ. അപ്പോൾ 7 എണ്ണം സൈഡിലൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ബേക്ക് ചെയ്തിട്ട് ഈ പാത്രം പിന്നെ കഴുകാനായിട്ട് നിൽക്കണില്ല. ആ ബട്ടർ പേപ്പർ അതോടെ ഇറക്കി വെച്ചിട്ട് നെക്സ്റ്റ് ബട്ടർ പേപ്പർ അങ്ങനെ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മളെ പേപ്പർ ഇതാ 7 എണ്ണം അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്കുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നല്ല, ഇതിൻ്റെ ബാക്കിയൊക്കെ അപ്പുറം ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ബദാം കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കയറിക്കും ഇതൊക്കെ അപ്പൾക്കപ്പം ചെയ്താൽ മതി. ഇതൊക്കെ ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ 1 കിലോ ബദാമിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിസ്ക് ആയിട്ടുള്ള പണിയാണ്. അപ്പോൾ ഇതൊക്കെ തലേ ദിവസമല്ല, ഇതൊരു 2 ദിവസം മുന്നേ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒഴിവൊക്കെ കിട്ടുമ്പോൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഇതുപോലെ TV ഒക്കെ കണ്ടിരിക്കുന്ന ടൈമിലാട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈത്തപ്പഴം കട്ട് ചെയ്ത് വെക്കണമായിരുന്നു, പക്ഷേ എന്താ പറയുക, എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി മോളെ കയ്യിൽ ഏൽപ്പിക്കാൻ കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കാരത്തിനായിട്ട് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എഗ്ഗ്, ഇതെല്ലാം ഇനിയും ട്രേ കിടക്കിയിൽ അവിടെ വാങ്ങിയതുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യമുള്ളത് ഇങ്ങനെ കാണിച്ചു തരാണ്. ഓയിൽ, അതുപോലെ ബട്ടർ, മൈദ ഒക്കെ വാങ്ങിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അളവൊക്കെ ഞാൻ ഷോപ്പിലേക്ക് ഉദ്ഘാടനത്തിന് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ട്രേ, അതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഡബിൾ സൈസ് ക്വാണ്ടിറ്റിയിൽ ഐറ്റംസൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ട്രേ ഉണ്ടാക്കിയാൽ നമുക്കറിയാലോ അതിലേക്ക് ബാക്കി പിന്നെ എത്ര ട്രേ വേണമെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം അതിനുള്ള സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് കഴിച്ചിട്ടുള്ള പലരും എന്നോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഷോപ്പിൽ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കേക്കായിരുന്നത്. അപ്പോൾ പറഞ്ഞ് ഞാനിതാ ഇപ്പം നമ്മളെ മൈദയൊക്കെ അരിച്ചെടുക്കുകയാണ്. 4 കപ്പ് മൈദ, അതുപോലെ തന്നെ 4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3 kgയുടെ ഒരു ട്രേക്കുള്ള അളവാണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ 7 കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇതൊക്കെ അരിച്ചെടുക്കാനായിട്ട് ഒത്തിരി പാടുണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് ഒരുപാട് മൈദ ഉണ്ടായിരുന്നു. സാധാരണ 1 കിലോ ചെയ്യുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ഹറിബറി ഉണ്ടാക്കലും കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി ഇതാ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളും മീഡിയം സൈസ് മതി, പക്ഷേ എൻ്റെ കയ്യിൽ ഒരു മീഡിയം ഇല്ല. അപ്പോൾ ഇത്ര വലുതെടുത്താലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും മിക്സ് ആക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിലേക്ക് 10 കോഴിമുട്ടയാണ് കേട്ടോ, വലിയ കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ച പഞ്ചസാര 2 കപ്പ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവാണ് പറയുന്നത്, ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പോൾ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് തുടക്കത്തിൽ തന്നെ ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. മോളും കൂടി ഉണ്ട്. മോളെ കയ്യിലൊക്കെ ഞാൻ ബീറ്റർ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ മോളെ കയ്യിൽ ബീറ്ററൊന്നും കൊടുക്കാറില്ല. ഇന്ന് അത്യാവശ്യം ഞാൻ രാവിലെ മുതൽ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നിന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബീറ്ററൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റായിട്ട് വരുമ്പം ഇതിലേക്ക് 1/2 കപ്പ് ബട്ടർ ഉരുക്കിയതാണ് കേട്ടോ. ബട്ടർ ഉരുക്കിയതും സൺഫ്ലവർ ഓയിൽ 1/2 കപ്പും, അങ്ങനെ ടോട്ടൽ 1 കപ്പാണ് കേട്ടോ ഇതിലേക്ക് ഓയിൽ വേണ്ടത്. 1/2 കപ്പ് ബട്ടറും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നോർമൽ കേക്കിലേക്ക് നമുക്ക് ഓയിൽ മാത്രം മതി. അത് നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. ഇത് കുറച്ചും കൂടെ നമ്മൾ ഇത്തിരി വെയിറ്റ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടറും കൂടെ ചേർക്കുന്നത്. പിന്നെ ടേസ്റ്റ് സൂപ്പറായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബീറ്റർ മാറ്റാം. ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ 2 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചത് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 1 കപ്പ് കാരമൽ ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ചൂടാറിയതിന് ശേഷമാണ് ഒഴിക്കുന്നത്. അറിയാമല്ലോ, 1 കപ്പ് ഷുഗർ എടുത്തിട്ട് കാരമൽ ചെയ്യുക. എന്നിട്ടൊരു 1/4 കപ്പെങ്കിലും വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തന്നെ ഉരുക്കിയിട്ട് വീണ്ടും അതിനെ 1 കപ്പിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മളെ കാരമൽ ചെയ്ത ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഈത്തപ്പഴം ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റ്
ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ കലർന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനാണ് ഞാൻ വലിയ പാത്രം എടുത്താലും പാത്രത്തിൻ്റെ വലിപ്പം കൂടിയാലും യാതൊരു കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സിങ് കുറച്ച് ഈസി ആവാനായിട്ട് ഇത് വേണം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മൈദ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് താഴ്ന്നു പോകാതിരിക്കാൻ നമ്മുടെ ബാറ്ററിലേക്ക് കേക്ക് ബേക്കായി വരുമ്പോൾ ഇടയിലൊക്കെ കടിക്കാനായിട്ട് കിട്ടണം. അപ്പം അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നട്ട്സ് നിങ്ങളെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ബദാമാണ് എടുത്തിട്ടുള്ളത്. ബദാം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അണ്ടി ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഏതും എടുക്കാം. ഇനി നമ്മളിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഈ സമയത്ത് ഓവന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ. ഇതൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി നമുക്ക് മുകളിൽ കാണാനും ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കേക്കുകൾ ഇതിപ്പോൾ കുറച്ച് നല്ല വീതി വിസ്താരണമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് 40 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ബേക്കായിട്ട് വരാനായിട്ട്. നോർമലായിട്ട് തന്നെ ചെയ്യണ പോലെ മുകളിലും താഴെയും ഹീറ്റ് കൊടുക്കുക. 180 ഡിഗ്രിയിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓവനിൽ നിങ്ങൾ എങ്ങനെയാണോ ബേക്ക് ചെയ്യാറുള്ളത് അതുപോലെ ചെയ്താൽ മതി. ഏത് തട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. എങ്ങനെയാണ് ഹീറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് 40 മിനിറ്റാണ് ഒരു കേക്കിന് വന്നിട്ടുള്ളത്. 40 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ കൃത്യം 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇതേ മെത്തേഡിൽ തന്നെ അടുത്ത കേക്കിനുള്ള പരിപാടി തുടങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചൂടാറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ പൊള്ളാത്ത രീതിയിൽ എത്തുന്ന ടൈമിൽ ബട്ടർ പേപ്പർ സൈഡിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഈ കേക്കിനെ താഴെ വെച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് വീണ്ടും റെഡിയാക്കൽ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ 7 കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെ എത്തിയിട്ടാണ് ഈ ഒരു നിലയിലായിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി ഇത് ചൂടാറിയാലേ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ചൂടോടെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചൂടാറണം. അപ്പോൾ അതിനാണ് നേരത്തെ കാലത്ത് തന്നെ രാവിലെ ഞാൻ 6 മണിക്ക് കിച്ചണിൽ കയറിയതാണ്. വൈകിട്ട് ഒരു 4 മണിയാകുമ്പോഴത്തേനും 7 കേക്ക് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നൈറ്റിലാണ് ഇത് കട്ട് ചെയ്യണത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ രാത്രിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഉണ്ടാക്കിയതിനേക്കാളും വലിയ ടാസ്ക് ആയിരുന്നു കട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സിമ്പിളാണ് ഇത് കട്ട് ചെയ്യാനെന്ന്. അല്ല, അത്യാവശ്യം എല്ലാതും ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പം ആ ഒരു ടാസ്കും ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അളവൊക്കെ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയിലൊക്കെ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്ര നമ്മളെ സ്പഞ്ച് കേക്ക് പോലെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കൊക്കെ മക്കളാണ് റെഡിയാക്കി തന്നിട്ടുള്ള. മക്കൾ 2 ബോക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, അത് അത്യാവശ്യം ഒരു റിസ്ക്കുള്ള പണി തന്നെയാണ്. 200 ബോക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മക്കൾ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞങ്ങൾ പാക്ക് ചെയ്തു. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ. സംഭവം രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസത്തെ മെനക്കെട്ട ഒരു പണിയായിരുന്നു ഇത്. പിന്നെ ഇനി ഇതിൻ്റെ ഇടയിൽ താഴെ എന്തായാലും കമൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഫുഡൊന്നും റെഡിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കോഴിമുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും മെനക്കെട്ട പണിക്ക് നമ്മൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് അത്യാവശ്യം ചോറും നല്ല മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. ഉപ്പേരി, കാബേജ് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ ഇടയിലൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിനായിട്ട് അങ്ങ് നിൽക്കുകയല്ലേ ചെയ്യണത്. നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ചൂടാറിയിട്ട് വേണമല്ലോ ഇത് കട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് ഫുള്ള് ബിസി ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴാണ് കുറച്ച് മധുരമൊക്കെ അതിലേക്ക് പിടിക്കുക. അപ്പം ഞാനിപ്പോൾ തലേ ദിവസം കാലത്ത് ഇത് റെഡിയാക്കിയിട്ട് പിറ്റത്തെ ദിവസം മോർണിംഗിലാണ് ഇത് സെയിൽ ചെയ്യണത്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് കിട്ടാറ് കേട്ടോ. പിന്നെ ചൂടോടൊക്കെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാരണം ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല മണമാണ്. ആ ബട്ടറിൻ്റെയും അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഈത്തപ്പഴവും ക്യാരറ്റൊക്കെ ബേക്കായിട്ട് വരുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 1 kg റെസിപ്പി താഴെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.